എല്ലാവരും അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നവരാണ്. വെറുതെ ഇരുന്ന് തൗബ ചെയ്തിട്ട് കാര്യമില്ലടോ, ഒരുപാട് കരഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടതുപോലെ പറയണേ, പറയേണ്ടതുപോലെ പറയണേ. ഒരുപാട് തെറ്റ് ചെയ്തവരുണ്ടല്ലോ, ഒരുപാട് പാപം ചെയ്തവരുണ്ടല്ലോ. ഉസ്താദേ, എന്റെ പാപം അല്ലാഹു പുറത്തു തരുമോ? ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ കള്ളുകുടിച്ചിട്ടുണ്ട്, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ പലിശ വാങ്ങിയിട്ടുണ്ട്, പലിശ കൊടുത്തിട്ടുണ്ട്. ഉസ്താദേ, ഒരുപാട് നിസ്കാരങ്ങൾ മുടക്കിയിട്ടുണ്ട്. അല്ല എനിക്ക് പുറത്തു തരുമോ? അല്ല എനിക്ക് പുറത്തു തരുമോ? പെങ്ങളെ, ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടോ? പാപം ചെയ്യാത്ത ആരുമില്ല, പാപം ചെയ്യാത്ത ആരുമില്ല. എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ചുമന്നുകൊണ്ട് നടക്കല്ലേ, പാപം ചുമന്നുകൊണ്ട് നടക്കല്ലേ. എത്ര വലിയ പാപം ചെയ്താലും നിന്റെ അല്ല പുറത്തു തരും പെങ്ങളെ. അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. നീ എന്തിനാ ഭയപ്പെടുന്നത്? തൗബ ചെയ്യാതെ മരിക്കരുത്. എല്ലാവരും മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എപ്പോഴാ മരിക്കുന്നത്? തൗബ ചെയ്യാൻ മരണത്തിന്റെ സമയം അറിഞ്ഞാലല്ലേ തൗബ ചെയ്യാൻ പറ്റൂ. ഒരാൾ മരിക്കുന്നത് എപ്പോഴാണെന്ന് അറിഞ്ഞാലല്ലേ തൗബ ചെയ്യാൻ പറ്റൂ. ആ മരിക്കുന്ന സമയം എപ്പോഴാണ് അല്ലാഹുവേ അറിയൂ. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഒരാൾ എപ്പോൾ എവിടെ കിടന്നു മരിക്കും അല്ലാഹുവിനെ അറിയൂ. ഈ വഅദ് പറയുന്ന ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണോ, ഇറങ്ങി പോകുമ്പോഴാണോ, വണ്ടിയിലാണോ, വീട്ടിലാണോ, എവിടെയാണോ? അല്ലാഹു അഅലം. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ, അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോ മരിച്ചാലും തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാരും തൗബ ചെയ്യാറുണ്ട്, എല്ലാരും തൗബ ചെയ്യാറുണ്ട്. തൗബ ചെയ്യാത്തവരൊന്നുമില്ല. തൗബ എന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നെ അറിയത്തില്ലെന്നേ ഉള്ളൂ. തൗബ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം? നമ്മുടെ തൗബ എന്ന് പറഞ്ഞാൽ വല്ലാത്തതാ. എന്റെ പ്രിയപ്പെട്ടവരെ, തൗബ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആ ഒന്നുമല്ല. എടോ, പറയുന്ന വാക്ക് ഒരു ചെറിയ വാക്കാണെങ്കിലും അതിനകത്ത് ഇഖ്ലാസ് ഉണ്ടാകണം. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗബ എന്ന് പറഞ്ഞാൽ പണ്ട് നബിതങ്ങൾ ഒരു വലിയ ശബ്ദത്തിൽ കടന്ന് വിളിച്ചു പോകുന്നതിനല്ല തൗബ എന്ന് പറയുന്നത്. 27-ാം രാവിന്റെ അന്ന് പോവാ, എവിടെ പോവാടാ? തൗബ ചെയ്യാൻ പോവാന്ന്. അന്ന് മാത്രമേ ഉള്ളെന്ന് അവന്റെ വിചാരം. ഈ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? കടന്ന് വിളിച്ചു പോവലൊന്നുമല്ല. ഒരു സഹാബി വലിയ ശബ്ദത്തിൽ കടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് കേട്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹുവിക്ക് ചെവി വെക്കുമെന്ന് പറയാൻ. അല്ല കേൾവിയുള്ളവൻ അവൻ്റെ അടുത്ത് പോയി പറയാൻ ഇങ്ങനെ കിടന്ന്. അങ്ങനല്ല, ഒരുപാട് ശബ്ദത്തിലും പറയരുത്, ശബ്ദം താഴ്ത്തിയും പറയരുത്, ഇടയിലുള്ള ശബ്ദം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. തൗബ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ഞാൻ ഒരു ഉദാഹരണം പറയാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് നിർത്തിയേക്കാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു സ്വഭാവമുണ്ട്. രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും. രാത്രി കാലങ്ങളിൽ ഇങ്ങനെ തന്റെ ജനതകളുടെ അവസ്ഥകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഉമർ തങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കും. അങ്ങനെ ഒരിക്കൽ ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ രാത്രി ഒരു ചങ്ങാതി എതിരെ നടന്നു വരുന്നുണ്ട്. ഉമർ തങ്ങൾ ആ മനുഷ്യനെയും കണ്ടു, ആ മനുഷ്യൻ ഉമർ തങ്ങളെയും കണ്ടു. ആ മനുഷ്യന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. കാരണം 2 കുപ്പി കള്ളും കയ്യിൽ പിടിച്ചിട്ടാ വരുന്നത്. 2 കുപ്പി കള്ളും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ രാത്രി നടന്നു വരുന്നത്. എതിരെ വരുന്നത് ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഉമർ തങ്ങൾ ആരാ? കരുണ എന്ന് പറയുന്ന സ്ഥാനം ചങ്ങാതിക്കില്ല, വിട്ടുവീഴ്ച ചെയ്യൂല. ഉമർ തങ്ങളാണ് നടന്നു വരുന്നത്. ഈ മനുഷ്യൻ കയ്യിൽ കള്ളും പിടിച്ചിട്ട് ഓടാനൊന്നും പറ്റൂല. ഈ മനുഷ്യന്റെ ഏറ്റവും വിഷമം എന്തെന്നറിയോ? ഉമർ തങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇയാള് നല്ല ആളാണെന്നാണ്. കോലം വെച്ച് നോക്കുമ്പോൾ അങ്ങനാണല്ലോ. താടിയും തരപ്പെല്ലാം കാണുമ്പോൾ നല്ലവനാന്ന് വിചാരിക്കും. ബാക്കിയുള്ള അവസ്ഥ അല്ലാഹുവിനെ അറിയൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യന്റെ അവസ്ഥ, ഇയാളുടെ സങ്കടം, ഉമർ തങ്ങൾ കരുതിയിരിക്കുന്നത് ഈ ചങ്ങാതി നല്ല ഒരു ചങ്ങാതിയാണെന്നാ. ഇവൻ ആ കള്ളും പിടിച്ചോണ്ട് വരുന്നത്. ഈ മനുഷ്യന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? അല്ലാഹുവിനോട് കണ്ണടച്ചിട്ട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ ചെയ്തത് പാപവാ, ഞാൻ ചെയ്യുന്നത് തെറ്റാ, എനിക്കറിയാൻ പഠിച്ചവനെ. ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഇനി മരിക്കുന്ന കാലം വരെ കള്ള് കൈകൊണ്ടുപോലും ഞാൻ തൊടൂല. ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയാ, പടച്ചവനെ,
ഞാൻ തെറ്റു സമ്മതിച്ചു. ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ ഞാൻ കൈ കൊണ്ടുപോലും ഇനി കള്ളു തൊടൂല. ഇത് പറഞ്ഞു തീർന്നതും ഉമർ തങ്ങൾ മുമ്പിലെത്തി. ഇത് പറഞ്ഞു തീർന്നതും ഉമർ തങ്ങൾ മുമ്പിലെത്തി. സലാം പറഞ്ഞു. ഉമർ തങ്ങൾ സലാം പറഞ്ഞു. ആ മനുഷ്യൻ സലാം അടക്കി. കയ്യിൽ എന്തായിരിക്കണേ? 2 കുപ്പിയല്ലേ? കയ്യിൽ എന്തായിരിക്കുന്നേ? ഉമർ തങ്ങൾ ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താ? ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. ആ മനുഷ്യൻ ധൈര്യത്തിൽ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. ഉമർ തങ്ങൾ വാങ്ങിച്ചു തുറന്നു നോക്കി. ആ കള്ള് സുറുക്കയായി മാറി. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ. ആ മനുഷ്യൻ പറഞ്ഞത് ഒരേ ഒരു വാക്ക്, അല്ലാഹുവേ ഞാൻ ചെയ്തത് തെറ്റാണ് പടച്ചവനെ. ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് പിടിക്കപ്പെടാതെ എന്നെ രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ ഞാൻ തൊടൂല. കള്ള് സുറുക്കയായി അള്ളാഹു മാറ്റിക്കൊടുത്തു. അള്ളാഹു ഈ മന്ദിരമാറാകട്ടെ. 2 ആ മനുഷ്യന്റെ വിശ്വാസം ഒന്ന് ചിന്തിക്കടോ. എന്ത് ധൈര്യത്തിലായിരിക്കും പറഞ്ഞത്? എന്ത് ധൈര്യത്തിലാ പറഞ്ഞത്? ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. നമ്മൾ 2 മണിക്കൂർ കിടന്ന് നിലവിളിക്കുന്നതല്ല. ആ മനുഷ്യൻ പറഞ്ഞ വാക്കിനകത്ത് ഇഖ്ലാസ് ഉണ്ടായിരുന്നു. ഒറ്റ വാക്കേ പറഞ്ഞുള്ള അല്ലാ ഇനി ചെയ്യില്ല അല്ലാ, ഇനി തൊടില്ല അല്ലാ. അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്, ഇഖ്ലാസോടുകൂടി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അല്ലാഹു ആ തൗബ സ്വീകരിച്ചത്. അതുകൊണ്ട് പെങ്ങളെ, വെറുതെ കിടന്ന കാക്കയുടെ തൗബ ചെയ്തിട്ട് കാര്യമില്ല. പറയുമ്പോ ആത്മാർത്ഥമായിട്ട് പറയണം. ഏതുപോലെ എന്നറിയുമോ? ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ മുമ്പിൽ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കുടിക്കാൻ വെള്ളമില്ല, വല്ലാത്ത ക്ഷാമമാണ്, വല്ലാത്ത പ്രയാസമാണ്. കുട്ടികൾക്കും മൃഗങ്ങൾക്കും ആർക്കും കുടിക്കാൻ വെള്ളമില്ല, മഴ പെയ്യാൻ ദുആ ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എല്ലാവരോടും ഒരു ദിവസം ഒരുമിച്ച് കൂടാൻ, മഴ തേടിയിട്ട് ദുആ ചെയ്യാൻ അവിടുന്ന് ഒരു ദിവസം തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി, ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ 2 കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ, വല്ലാത്ത പ്രയാസത്തിലാണ് റബ്ബേ. മൂസാ നബി ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, പടച്ചവന്റെ ഭാഗത്ത് നിന്ന് വഹി വരികയാണ്. മൂസാ ദുആ സ്വീകരിക്കൂല, ദുആ സ്വീകരിക്കൂല. കാരണം എന്തേ? അല്ലാ നിന്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളുടെ നടുവില് 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യനിരിപ്പുണ്ട്. 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്നു നടക്കുന്ന ഒരാൾ നിന്റെ മുമ്പിലിരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ തരൂല, അവൻ എഴുന്നേറ്റ് പോകാതെ ദുആ സ്വീകരിക്കൂല. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് വിളിച്ചു പറയുകയാണ്, 70,000-ഓളം വരുന്ന ജനത തന്റെ മുമ്പിലിരിക്കുകയാ. 70,000-ഓളം വരുന്ന ജനത തന്റെ മുമ്പിലിരിക്കുകയാണ്. മൂസാ നബി വിളിച്ചു പറഞ്ഞു, 40 കൊല്ലമായി പടച്ചറപ്പിനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. എഴുന്നേറ്റ് പോകണേ, എഴുന്നേറ്റ് പോകണേ. ജനങ്ങൾ എല്ലാവരും നോക്കുന്നു, ആരാ? പടച്ചവനെ, അല്ലാഹനെ മറന്നു നടക്കുന്ന ആ മോശക്കാരനാരാട് ചുറ്റുഭാഗം മുഴുവനും നോക്കുകയാണ്. ആരും എഴുന്നേക്കുന്നില്ല. ഈ പാപം ചെയ്തവനും അവിടെ ഇരിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാ എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. അല്ലാഹുവേ, ഞാനിപ്പോ എഴുന്നേറ്റ് പോയാ എല്ലാരും കാണുമല്ലോ, നാണം കെടുമല്ലോ. പടച്ചവനെ, ആ മനുഷ്യൻ എഴുന്നേറ്റില്ല. ആ മനുഷ്യൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവൻ ചിന്തിച്ചു, റബ്ബേ ഞാൻ ഇത്രയും മോശക്കാരനാണോ? ഞാൻ ഇത്രയും വലിയ പാപിയാണോ? പോലും
തടഞ്ഞു വെക്കുന്ന അവസ്ഥയിലേക്ക് പാപം ചെയ്തവനാണോ, ആ മനുഷ്യന് കുറ്റബോധമുണ്ടാവുകയാണ്. ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയുമോ? മുട്ടിലേക്ക് തല താഴ്ത്തി വെച്ചു, മുട്ടിലേക്ക് തല താഴ്ത്തി വെച്ചു. എന്നിട്ട് അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ, ചെയ്തത് മുഴുവനും പാപമാണ് പടച്ചവനെ, തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും അല്ലാ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല തമ്പുരാന്. ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുകയാ, ചെയ്തത് മുഴുവനും പാപമാണ് തമ്പുരാന്, സമ്മതിക്കുന്നു തമ്പുരാന്, കുറ്റബോധമുണ്ട് തമ്പുരാന്, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. അല്ലാഹുവേ, എന്റെ തൗബ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാണ്. ആകാശത്ത് കാർമേഘം കടന്നു വരികയാണ്, ആകാശത്ത് കാർമേഘം കടന്നു വരികയാണ്. ജനങ്ങൾ മുഴുവനും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. പടച്ചവനെ, ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് അവിടുന്ന് പെയ്തിറങ്ങുകയാണ്. ജനങ്ങൾ മുഴുവനും സന്തോഷത്തിലാണ്. മൂസാ നബി ചിന്തിക്കുന്നു, അല്ലാ, ആരും എഴുന്നേറ്റില്ലല്ലോ, ഞാൻ ദുആ ചെയ്തില്ലല്ലോ, പിന്നെ എങ്ങനാ മഴ വന്നത്, പിന്നെ എങ്ങനാ മഴ പെയ്തത്? ജിബ്രീലേ, എന്താണ് സംഭവിച്ചത് ജിബ്രീൽ? മൂസാ നബിയേ, 40 കൊല്ലം തെറ്റ് ചെയ്ത് നടന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹുവോട് തൗബ ചെയ്തു. ആ തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാ. 40 കൊല്ലം അല്ലാഹനെ മറന്നു നടന്ന മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട്, ആ തെറ്റ് ചെയ്ത മനുഷ്യൻ അല്ലാഹുവോട് ദുആ ചെയ്തു, അല്ലാ, എന്റെ തൗബ സ്വീകരിച്ചാൽ നീ മഴ തരണം. അല്ലാഹു മഴ കൊടുത്തു. ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. എന്റെ പെങ്ങളെ, തൗബ എന്ന് പറഞ്ഞാൽ, ഉസ്താദ് എനിക്ക് ദുആ ചെയ്യാൻ അറിയില്ല, എനിക്ക് അറബി അറിയില്ല, പറയുന്ന എത്രയോ പേരുണ്ട്. അസ്തഗ്ഫിറുള്ള പറയാൻ അറിയും, അസ്തഗ്ഫിറുള്ള പറയാൻ അറിയും. ആ അസ്തഗ്ഫിറുള്ള തൗബയാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി, മഹാനായ നബിയുനാ റസൂലുള്ളാഹി. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തൗബയാ. അല്ലാതെ തസ്ബീഹ് കയ്യിലിട്ടിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അളിയ സുഖമാണോ അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങനെ അത് കാര്യമില്ല. കയ്യിലടിച്ചുകൊണ്ട് നടക്കുന്നല്ല. അസ്തഗ്ഫിറുല്ലാഹിനെ കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാ. അസ്തഗ്ഫിറുല്ലാഹിയുടെ മഹത്വം അറിയോ? അസ്തഗ്ഫിറുല്ലാഹിയുടെ മഹത്വം അറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്തഗ്ഫിറുല്ലാഹ് മഹാനായ മഹാന്മാരുടെ ചരിത്രം നമുക്ക് പഠിക്കുന്നുണ്ട്. അവിടെ നിന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഉസ്താദ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, മഴയില്ല, ഉസ്താദെ മഴയില്ല, മഴ പെയ്യാൻ വേണ്ടി ഒരു വഴി പറഞ്ഞു തരണം. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. മഴയില്ലെന്ന് പറഞ്ഞപ്പോ പറയാം അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ പോയി. രണ്ടാമതൊരാൾ വന്നു, ഉസ്താദെ മക്കളില്ല, കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി, മക്കളില്ല. ഉസ്താദ് പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. മൂന്നാമതൊരാൾ വന്നു, കച്ചവടമൊക്കെ വലിയ പ്രയാസത്തില്ല, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. 3 പേർക്ക് ഒരു മരുന്ന്. 3 പേരോടും മഴയില്ലെന്ന് പറഞ്ഞപ്പോഴും, മക്കളില്ലെന്ന് പറഞ്ഞപ്പോഴും, എന്റെ പ്രിയപ്പെട്ടവരെ കച്ചവടത്തിൽ ബർക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദെ 3നും ഒരു മരുന്ന് തന്നെയാണോ? ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുമ്പോ പനിയാണെങ്കിലും ഏത് അസുഖമാണെങ്കിലും ഇങ്ങനെ വാരി വാരി തരുന്നത് പോലെ അതൊരു ബർക്കത്താണ്. അറിയില്ല, 3 പേരോട് ഒരു മരുന്ന് തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞു കൊടുത്തത്, ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. അസ്തഗ്ഫിറുല്ലാഹ് യുർസിലിസ് സമാഅലൈക്കും മിദ്റാറാ വയംദിലുക്കും ബിഅംവാലിൻ വബനീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയാ, മഴയില്ലേ അസ്തഗ്ഫിറുല്ലാഹ് പറ, മക്കളില്ലേ അസ്തഗ്ഫിറുല്ലാഹ് പറ. കണ്ട ടാബ്ലറ്റ് മേടിച്ച് കഴിച്ചിട്ട് ഉള്ളത് നഷ്ടപ്പെടുത്തി കളയല്ലേ, അസ്തഗ്ഫിറുല്ലാഹ് പറ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ലാത്ത പാപങ്ങളുണ്ട്. അല്ലാഹു നീ അവർക്ക് മക്കളെ കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു മക്കളെ കൊടുക്കണേ പടച്ചവനെ. മക്കളില്ലാത്ത പെണ്ണുങ്ങളെ കാണുമ്പോ ചില പെണ്ണുങ്ങൾക്ക് ക്രിമിയടിയുണ്ട്. ഇന്ന് പലപ്പോഴും സങ്കടത്തോടെ ഇന്നും ഒരു സഹോദരി പറഞ്ഞു, ഉസ്താദെ, ഈ മക്കളില്ലാത്തവരെ
കാണുമ്പോ ചില പെണ്ണുങ്ങൾ ചോദിക്കും, ഒന്നും ആയില്ലേ, അവർക്കറിയാം ഒന്നും ആയില്ലെന്ന്, മക്കളായില്ല എന്നവർക്കറിയാം. എങ്കിലും അവരെ കാണുന്ന സമയത്ത് ചോദിക്കും, ഒന്നും ആയില്ലേ. അത് കളിയാക്കല, അങ്ങനെ ചോദിക്കരുത്. നിനക്കറിയാം അവർക്ക് മക്കളായില്ലെന്ന്, പിന്നെ എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? എടോ, മക്കളില്ലാത്തവരായ സഹോദരിമാരോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ? അവരോട് നീ പറഞ്ഞു കൊടുക്ക അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ. നിങ്ങൾക്കറിയോ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് മക്കളില്ല, നിങ്ങൾ അള്ളാഹുവിനെ കണ്ട പ്രവാചകനാ, അതുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യും. മൂസാ നബി അള്ളാഹിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഈ പെണ്ണിന് മക്കളെ കൊടുക്കണേ അല്ലാഹ് പറഞ്ഞു, മൂസാ ദുആ ചെയ്യണ്ട, ആ പെണ്ണ് പ്രസവിക്കാത്ത പെണ്ണാ. അതിനെന്താ പറയുക? പ്രസവിക്കാത്ത പെണ്ണിന് എന്തോ പറയും ഞങ്ങളുടെ നാട്ടിൽ, ഇവിടുത്തെ ഭാഷ എനിക്കറിയില്ല. ഈ പെണ്ണ് പ്രസവിക്കൂല. മൂസാ നബിയോട് ഈ പെണ്ണ് പിന്നെയും പറഞ്ഞു, നബി എനിക്ക് വേണ്ടി ദുആ ചെയ്യും. മൂസാ നബി പിന്നെയും ദുആ ചെയ്തു. അല്ലാഹ് പറഞ്ഞു, അവള് പ്രസവിക്കാത്ത പെണ്ണാ, നിന്നോട് പറഞ്ഞില്ലേ മൂസാ? മൂസാ നബി അലൈഹിസ്സലാം ദുആ നിർത്തി, ഈ പെണ്ണ് പോയി. കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഈ പെണ്ണൊരു കുഞ്ഞുമായിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്നു. മൂസാ നബിയുടെ മുമ്പിൽ കുഞ്ഞുമായിട്ട് വന്നു. അപ്പൊ മൂസാ നബി ചിന്തിച്ചു, പടച്ചോനെ, ഇതാ ആ പെണ്ണ് വന്നിട്ട് പറയാ, നബിയെ, എനിക്ക് കുഞ്ഞിനെ കിട്ടി കേട്ടോ, ഇത് നല്ല മോനാകാൻ ദുആ ചെയ്യണേ, എനിക്ക് അല്ലാഹ് സന്താനത്തെ തന്നു, നല്ല മകനാകാൻ ദുആ ചെയ്യും. മൂസാ നബി കണ്ണുന്നില്ല നിൽക്ക, പടച്ചോനെ, അല്ലാഹ് അല്ലേ പറഞ്ഞു ഇവള് പ്രസവിക്കൂല എന്ന്, പിന്നെ എങ്ങനെ മക്കളുണ്ടായേ? പഠിക്കണം. മക്കളില്ലാത്ത പാവപ്പെട്ട സഹോദരിമാരോട് ഒരിക്കലും നിങ്ങൾ എന്തേ ആയില്ലേ എന്ന് ചോദിക്കരുത്. ഈ ദിക്ർ പറഞ്ഞു കൊടുക്കും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവരുടെ വേദന, പലരും കല്യാണത്തിന് പോകത്തില്ലടോ, 4 പേര് കൂടുന്നിടത്ത് പോകത്തില്ല, സങ്കടം. കാരണം എന്താ? ഇന്നലെയും ഞാനൊരു സഹോദരി പറഞ്ഞു, ഉസ്താദേ, സങ്കടവാ, എന്നും പൈസ നമ്മൾ വന്നപ്പോഴല്ലേ 14 വർഷമായിട്ട് മക്കളില്ലാത്തവർ, മക്കളൊക്കെ അല്ലാഹ് തരുമ്പോഴോ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചു, പടച്ചവനെ, ഈ പെണ്ണ് പ്രസവിക്കില്ല എന്ന് പറഞ്ഞല്ലോ, പിന്നെ എങ്ങനെ? അപ്പോഴാ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഈ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴും ഇവളൊരു ദിക്ർ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇവള് പ്രസവിക്കാത്ത പെണ്ണാണെന്ന് ഞാൻ നിന്നോട് പറയുമ്പോഴും ഈ പെണ്ണ് പറഞ്ഞത് ഒരു ദിക്റാ. ആ ദിക്റിന്റെ മഹത്വം കൊണ്ടാ ഞാൻ മക്കളെ കൊടുത്തത് എന്ന് അള്ളാഹു പറയുകയാ. ആ ദിക്ർ പഠിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ വരെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ദിക്റുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞിരട്ടെ ദിക്ർ മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. യാ റഹീമു യാ അല്ലാഹ്. ഏതാ ദിക്ർ? ഏ കരുണയുള്ള അല്ലാഹ്, ഏ കരുണയുള്ള അല്ലാഹ്. പ്രസവിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ പെണ്ണ് പറഞ്ഞെന്താ? ഏ കരുണയുള്ള അല്ലാഹ്, ഏ കരുണയുള്ള അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. മക്കളില്ലാത്തവർ ഇന്ന് മുതൽ പറ, കണ്ട ഗുളിക മേടിച്ച് കഴിക്കല്ലേ. മക്കളില്ലാത്ത സഹോദരി യാ റഹീമു യാ അല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ പറ, അസ്തഗ്ഫിറുല്ലാഹ് പറ. നിനക്ക് അല്ലാഹു മക്കളെ തരും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബ ചെയ്യുക. എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹ് പൊറുക്കും. നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്, ദുആയ്ക്ക് കുറവൊന്നുമില്ല. എല്ലാവരും അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നവരാണ്. വെറുതെ ഇരുന്ന് തൗബ ചെയ്തിട്ട് കാര്യമില്ലടോ, ഒരുപാട് കരഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടതുപോലെ പറയണേ. ഒരുപാട് തെറ്റ് ചെയ്തവരുണ്ടല്ലോ, ഒരുപാട് പാപം ചെയ്തവരുണ്ടല്ലോ. ഉസ്താദേ, എന്റെ പാപം അല്ലാഹു പുറത്തു തരുമോ? ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ കള്ളുകുടിച്ചിട്ടുണ്ട്, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ പലിശ വാങ്ങിയിട്ടുണ്ട്, പലിശ കൊടുത്തിട്ടുണ്ട്, ഉസ്താദേ ഒരുപാട് നിസ്കാരങ്ങൾ മുടക്കിയിട്ടുണ്ട്. അല്ലാഹ് എനിക്ക് പുറത്തു തരുമോ? പെങ്ങളെ, ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടോ? പാപം ചെയ്യാത്ത ആരുമില്ല. എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ചുമന്നുകൊണ്ട് നടക്കല്ലേ, പാപം ചുമന്നുകൊണ്ട് നടക്കല്ലേ. എത്ര വലിയ പാപം ചെയ്താലും നിന്റെ അല്ലാഹ് പുറത്തു തരും പെങ്ങളെ. അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. നീ എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ പേടിക്കുന്നത്? നബി തങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാനൊരു തെറ്റ് ചെയ്തു, അള്ളാഹുവിനോട് ഞാൻ തൗബ ചെയ്തു, ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ പശ്ചാത്തപിച്ചു, പിന്നെയും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം?
നബിയെ ഞാൻ ഉദാഹരണം കള്ളു കുടിച്ചു, അള്ളാനോട് പറഞ്ഞു ഇനി ഒരിക്കലും കുടിക്കത്തില്ലെന്ന്, പിന്നെയും കുടിച്ചു, എന്ത് ചെയ്യണം? നബിതങ്ങൾ പറഞ്ഞു തൗബ ചെയ്യണം. പിന്നെയും കുടിച്ചു നബിയെ, തൗബ ചെയ്യണം. പിന്നെയും കുടിച്ചു നബിയെ, തൗബ ചെയ്യണം. പിന്നെയും കുടിച്ചു നബിയെ, തൗബ ചെയ്യണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. നീ തെറ്റ് ചെയ്താൽ നീ തൗബ ചെയ്യണം, നീ തെറ്റ് ചെയ്താൽ നീ തൗബ ചെയ്യണം. അവസാനം ആ സഹാബി ചോദിച്ചു, ഏതുവരെ? നബിതങ്ങൾ പറഞ്ഞു, ശൈത്താൻ തോറ്റുപോകുന്നത് വരെ നീ തൗബ ചെയ്യണേ എന്ന് നബിയിനാ റസൂലുള്ളാഹി. ശൈത്താനല്ലേ ഇത് ചെയ്യിപ്പിക്കുന്നത്. ശൈത്താന് തന്നെ തോന്നണം ഇവനെ കൊണ്ട് കള്ളു കുടിപ്പിച്ചിട്ട് കാര്യമില്ല, ഇവൻ പിറ്റേ ദിവസം തൗബ ചെയ്യും. അപ്പൊ പിന്നെ എന്താ പണി? അതുകൊണ്ട് എന്റെ സഹോദര, എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും അള്ളാഹിനോട് നീ തൗബ ചെയ്യും, അള്ളാഹു പുറത്തു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ പേടിക്കുന്നത്? അള്ളാഹു ഗഫൂറല്ലേ, അള്ളാഹു റഹീമല്ലേ. ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. മഹാനായ ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു, ഇമാം ശാഫി തങ്ങൾ അതാ പറയുന്ന ചരിത്രമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങൾ കരഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് ഉമർ തങ്ങൾ കരഞ്ഞുകൊണ്ട് കടന്നു വരികയാ. ഉമർ തങ്ങൾ കരയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമറേ നീ എന്തിനാ കരയുന്നത്? നിനക്ക് എന്താണ് സംഭവിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, വരുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന് കരയുന്നു നബിയേ. ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന് കരയുകയാണ്. അവന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അവന്റെ കരച്ചല് കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയതാണ്. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാണ്. കിസ്രയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ തങ്ങളെ കരയാരോ? ആരാ പടച്ചവന്? ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുകയാണ്. അങ്ങനെ ഉമർ തങ്ങളെ വിളിച്ചുകൊണ്ട് വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, മോനെ എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, ഞാനൊരു പാപം ചെയ്തു നബിയേ, ഞാനൊരു പാപം ചെയ്തു നബിയേ. എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? ആ ചെറുപ്പക്കാരനൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ എല്ലാ കാര്യങ്ങൾക്ക് ഞാൻ കൂടെ നിൽക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ മയ്യത്ത് നിസ്കരിച്ചു, പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയിട്ട് ഖബറിനകത്ത് ജനാസ ഇറക്കുകയാണ്, മണ്ണ് വെട്ടിയിടുകയാണ്. എല്ലാവരും മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാ നബിയേ, അവസാനം പോകുന്നത് ഞാനാ നബിയേ. എന്തിനാണെന്നറിയുവോ? ഖബറിന്റെ മുകളിൽ ഒരു അടയാളം വെക്കുകയാണ്. ഖബർ തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരടയാളം വെച്ചു. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് പോകുകയാണ്. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ മണ്ണ് കുഴിക്കുന്ന ഒരു ആയുധവും എടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിൽ വരികയാ. അടയാളം വെച്ച ഖബറിന്റെ മുകളിലെ മണ്ണ് മാറ്റുകയാണ്, മണ്ണ് മാറ്റുകയാണ്. ഖബറിലെ പലക മാറ്റുകയാണ്. ഖബറിനകത്ത് ഇറങ്ങുകയാണ്. ആ മയ്യത്തിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണിയുണ്ടല്ലോ, ഞാൻ അടിച്ചെടുക്കും നബിയേ, ഞാൻ അടിച്ചെടുക്കും നബിയേ. ഇവൻ കള്ളനാണ്, മയ്യത്തിന്റെ കഫം തുണി മോട്ടിക്കുന്ന കള്ളനാണ്. കഫം തുണി അടിച്ചെടുത്തിട്ട് പലക നിരത്തി പഴയതുപോലെ മണ്ണിട്ട് മൂടുകയാണ്. കഴുകി വൃത്തിയാക്കി പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന കള്ളനാണ് നബിയേ. എന്റെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന എത്രയോ മയ്യത്തുകൾ നഗ്നരാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ നിന്ന് പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, മോനെ അല്ലാഹ് നിനക്ക് പുറത്തു തരും, അല്ലാഹ് നിനക്ക് പുറത്തു തരും എന്ന് പ്രവാചകൻ അവിടെ നിന്ന് സമാധാനിപ്പിക്കുകയാണ്. പക്ഷേ ചെറുപ്പക്കാരൻ പിന്നെയും കിടന്ന് നിലവിളിക്കുകയാണ്, വല്ലാതെ കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഇനി എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, ഈ പാപമല്ല നബിയേ, ഈ
പാപമല്ല നബിയേ, ഞാൻ ഈ ലോകത്ത് ഏറ്റവും വലിയ പാപം ചെയ്തവനാ. എന്നെക്കാളും ഒരു പാവി ലോകത്തില്ല, എന്നെക്കാളും പാവി ലോകത്തില്ല. ഞാൻ അത്രയും വലിയ പാപം ചെയ്തവനാണ്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, നീ എന്ത് പാപമാണ് ചെയ്തത് നബിയേ? എന്റെ നാട്ടിലൊരു ചെറുപ്പക്കാരിയായ ഒരു സ്വാലിഹത്തായ പെണ്ണു മരിച്ചു നബിയേ. ഒരു സ്വാലിഹത്തായ പെണ്ണു മരിച്ചു. അവളുടെ മയ്യത്തും കൊണ്ടുപോയി കബറടക്കി. ഞാൻ അടയാളം വെച്ചിട്ടെന്റെ വീട്ടിലേക്ക് പോയി. രാത്രിയായപ്പോ മണ്ണ് കുടിക്കുന്ന ആയുധവും എടുത്തുകൊണ്ട് കബറിന്റെ ചാരത്ത് വന്നു. മണ്ണ് വെട്ടി മാറ്റി, പലകയെടുത്തു മാറ്റി, കബറിനകത്തിറങ്ങി ആ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണികൾ ഞാൻ അടിച്ചെടുത്തു നബിയേ. എന്നിട്ട് പഴയതുപോലെ മണ്ണിട്ട് മൂടി. ഞാനിങ്ങനെ ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോ ഒരു നൂൽബന്ധം പോലുമില്ലാതെ, ഒരു നൂൽബന്ധം പോലുമില്ലാതെ ഖബറിനകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്ക് ആ പെണ്ണിനോട് കൊതി തോന്നി നബിയേ. രണ്ടാമത് മൂടുകയാണ്. ഖബറിന്റെ ചാരത്ത് ചെന്ന് മണ്ണ് വെട്ടി മാറ്റി, പലകയെടുത്തു മാറ്റി, ഖബറിനകത്തിറങ്ങി. യാ റസൂലല്ലാഹ്, ഉടുതുണിയില്ലാതെ ഖബറിനകത്ത് കിടക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ ഞാൻ കേറി പിടിച്ചു നബിയേ. തങ്ങള് ബോധം കെട്ട് വീഴുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈകാലുകൾ തളർന്നുപോയി. നബിതങ്ങളിൽ നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്. കാരണം മയ്യത്തിനെ ഖബറിനകത്ത് വെച്ച് കേറി പിടിച്ചിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഫഹല്ലി മിനത് തൗബ, അല്ലാഹ് എനിക്ക് പുറത്തു തരുമോ നബിയേ? അല്ലാഹ് എനിക്ക് പുറത്തു തരുമോ നബിയേ? മയ്യത്തിനെ വ്യഭിചരിച്ചവൻ നബി തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അതുകൊണ്ട് ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, അല്ലാഹ് പറയുകയാ നബിയേ, അങ്ങയുടെ ദാസന്മാരോട് പറ, എന്നോട് പറയാൻ കള്ളു കുടിച്ചിട്ടുണ്ടോ, വ്യഭിചരിച്ചിട്ടുണ്ടോ, ചെറുത് വലിയ പാപം ചെയ്തവരാണോ, എന്നോട് പറയാ, പറ നബിയേ. ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ റഹീമാണ് നബിയേ. അല്ലാഹ് പുറത്തു തരാമെന്ന് പറയുമ്പോ സദസ്സിലിരിക്കുന്നവരെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ. വിജന സ്ഥലം മതി നേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി, നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോ അലിവ് റബ്ബിന് തോന്നണമാ. പടിവാതിലൊഴിയാതെവിടെയും നീ കരയടേ. കണ്ണു കുടിച്ചെങ്കിൽ പറ കുടിച്ചെന്ന്, വ്യഭിചരിച്ചെങ്കിൽ പറ വ്യഭിചരിച്ചെന്ന്. പടച്ചവനെ തെറ്റ് ചെയ്തെങ്കിൽ എണ്ണി എണ്ണി അല്ലാഹുവോട് പറ. ഓരോന്നും അല്ലാഹുവോട് നീ എണ്ണി എണ്ണി പറ. എന്നിട്ട് പടച്ചവനോട് പറയണം. വെറുതെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ ദുആ ചെയ്യണമെന്നറിയുവോ? പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ, പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ ലോകത്ത് നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളുമില്ല. അല്ലാഹ്, നിന്നെക്കാളും
ചെയ്താലും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല. എന്നിട്ട് പടച്ചവനോട് പറയണം, അല്ലാഹുവേ പൊറുക്കന്റെ പാപം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തല്ലി വിട്ടു ചതിച്ചതാ, നഫ്സ് ചതിച്ചതാ അല്ലാഹ്, ദുനിയാവ് പിഴപ്പിച്ചതാ അല്ലാഹ്. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ. അല്ലാഹ് നീ കണ്ടാലും എനിക്കൊന്നുമില്ലെന്ന് കരുതിയിട്ട് അഹങ്കാരത്തോടെ ചെയ്തതല്ല റബ്ബേ, പറ്റിപ്പോയതാ അല്ലാഹ്. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ.